ഞാൻ യൂണിയൻ കമ്മിറ്റി മെമ്പറായിരുന്നു. യൂണിയൻ മെമ്പർഷിപ്പ് യൂണിയനിൽ വരെ എനിക്ക് സ്ഥാനം തന്നിട്ടുണ്ട്. ഞങ്ങളുടെ അന്ന് യൂണിവേഴ്സിറ്റി കോളേജ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തന്നെ 2-3 പേരുണ്ട്. IP ഉണ്ടാവും. IP ഉണ്ട്. വേണുഗോപാലുണ്ട്. അതും നമ്മുടെ ജില്ലാ കമ്മിറ്റി ഓഫീസർ സ്ഥിതി ചെയ്യുന്ന തൈക്കാട് തന്നെയാണ് മത്സരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചൂടൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. പക്ഷേ അതിനു മുമ്പ് തന്നെ തിരുവനന്തപുരം പേട്ടയിലെ LDF സ്ഥാനാർത്ഥി SP ദീപക് താരങ്ങളെ ഇറക്കി തുടങ്ങി എന്ന് പറയാം. ഇറക്കി തുടങ്ങിയതല്ല, സുധീർ സ്വന്തം ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനുമായിട്ടുള്ള സുഹൃത്ത് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുധീർ സിനിമയൊക്കെ മാറ്റിവെച്ച് തന്നെ എന്നോടൊപ്പം ചേർന്നതാണ് ഇന്നത്തെ പ്രചരണത്തിനകത്ത്. അതായത് കട്ട കമ്പനി ആയിരുന്നു പണ്ട്. അതെ 40 വർഷത്തെ ബന്ധം ചെറിയ ബന്ധമല്ലല്ലോ. യൂണിവേഴ്സിറ്റി കോളേജിൽ അന്നുണ്ടാക്കിയ ചില നൊസ്റ്റാൾജിയ. അതെ, തീർച്ചയായിട്ടും ഒരു ഗ്രഹാതുരത്വം ഉണർത്തുന്നതാണ് നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് കൂടുമ്പോൾ തന്നെ. അന്ന് മുതൽ ചിന്തിക്കുന്നത് ഏതാണ്ട് ഒരേ സമാന്തരമായ ചിന്താഗതി ഉള്ളവരാണ്. ഞങ്ങൾ ഒന്നിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആവേശം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നല്ല ഇനി കുറച്ച് ദിവസം ഷൂട്ടില്ലാതെയോ അല്ലെങ്കിൽ ഷൂട്ട് മാറ്റി വെച്ചുകൊണ്ടോ ഞാൻ ഇവിടെ ഈ പേട്ട വാർഡിൽ തന്നെ കാണും. ഇവിടെ ഈ പടിപടിയായി നിങ്ങൾ, എനിക്ക് തോന്നുന്നു ദീപക്കേട്ടൻ ജില്ലാ ഭാരവാഹിയൊക്കെ ആയിരുന്ന സമയത്താണോ നിങ്ങൾ ഉണ്ടായിരുന്നത്? ഒരേ സമയത്ത്? അല്ലല്ല, 87 യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ 38 വർഷമായി. ഏതാണ്ട് 38 വർഷത്തെ ബന്ധമുണ്ട്. അന്ന് ആദ്യമായി ഞാൻ എൻ്റെ കേന്ദ്രീയ വിദ്യാലയം കഴിഞ്ഞിട്ട് സ്കൂൾ കഴിഞ്ഞിട്ട് കോളേജിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന സമയത്തുണ്ടായ ബന്ധമാണ്. അന്ന് മുതൽ കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്ന് യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറയുന്നത് പറഞ്ഞാൽ ജയിലിനകത്തുനിന്ന് നേരെ പക്ഷിയെ തുറന്നു വിട്ടതുപോലെയാണ്. അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ഞാൻ വന്നത്. അന്ന് മുതൽ രാഷ്ട്രീയപരമായി ചിന്തിക്കുന്ന അന്ന് മുതലുള്ള ദീപക്കുമായുള്ള ബന്ധമാണ്. അന്ന് ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് ചാടി ഒരു രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും നല്ല ഉന്നത സ്ഥാനത്തേക്ക് എത്തിയ ആളല്ല ദീപക്. ഒന്നൊന്നായിട്ട് ഫസ്റ്റ് ടീച്ചറപ്പ്, അത് കഴിഞ്ഞ മാഗസിൻ എഡിറ്റർ തുടങ്ങി ഓരോരോ സ്ഥാനം നിർവഹിച്ചതിന് ശേഷമാണ്. ഉണ്ടായിരുന്നു. ഞാൻ യൂണിയൻ കമ്മിറ്റി മെമ്പറായിരുന്നു. യൂണിയൻ മെമ്പർഷിപ്പ് യൂണിയനിൽ വരെ എനിക്ക് സ്ഥാനം തന്നിട്ടുണ്ട്. വോട്ട് ഈ പേട്ട വാർഡിലാണോ? വോട്ട് തൊട്ടപ്പുറത്തെ വാർഡിലാണ്. ഞാൻ സംസ്കാര പ്രസിഡന്റുമായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ. 2 വർഷമായി ചിന്തിച്ചു. സുഹൃത്തിൻ്റെ വോട്ട് കിട്ടുകയല്ല. അപ്പം വോട്ട് അല്ലല്ലോ, ഒന്നിന് 1000 വോട്ട് വാങ്ങിച്ചു കൊടുത്തിരിക്കും. അതാണ്, ഇങ്ങനെയുള്ള ഒരുപാട് സൗഹൃദങ്ങൾ നമുക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം ഇതിനൊരു വലിയ പിന്തുണ. അതായത് ഇതുപോലുള്ള സൗഹൃദങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഇനിയും നമ്മൾ കുറച്ച് താരങ്ങളെയൊക്കെ പ്രതീക്ഷിക്കണം. അതൊക്കെ അവരെ ഇഷ്ടം കൂടെ വെച്ച് നോക്കിയിട്ട് നമുക്ക് അത്രയും ആളുകൾ കൂടി ഇതിനകത്ത് വരുമെന്നുള്ളതാണ്. ഇനി ഉണ്ടാവും, അതോടൊപ്പം. സ്വാഭാവികമായിട്ട് ഈ സ്ഥാനാർത്ഥി അല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥാനാർത്ഥികളുണ്ടോ ലിസ്റ്റിൽ? ഞങ്ങളുടെ അന്ന് യൂണിവേഴ്സിറ്റി കോളേജ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തന്നെ 2-3 പേരുണ്ട്. IP ഉണ്ടാവും. IP ഉണ്ട്. വേണുഗോപാലുണ്ട്. അതും നമ്മുടെ ജില്ലാ കമ്മിറ്റി ഓഫീസർ സ്ഥിതി ചെയ്യുന്ന തൈക്കാട് തന്നെയാണ് മത്സരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. പോത്തൻകോട് ശ്രീ കൃഷ്ണകുമാർ മത്സരിക്കുന്നുണ്ട്. ശ്രീ നണ്ടൂർ കോണത്തിൽ, അതുപോലെ അജിൻ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഒരുപാട് പേരും ഉണ്ട് ഈ തവണ മത്സര രംഗത്തുണ്ട്. അപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി കാണാൻ കുറേ ഉണ്ടാകുമെന്നാണ് SP ദീപക് പറയുന്നത്. CPM-ൻ്റെ അല്ലെങ്കിൽ LDF-ൻ്റെ തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥി കൂടിയാണ് ദീപക്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.